പണ്ടെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ ഉള്ളിവട. പക്ഷേ ഇപ്പോൾ എത്ര കിട്ടിയാലും കഴിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 3 മീഡിയം സൈസ് ഒനിയൻ തിന്നായി കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, പിന്നെ കാശ്മീരി മുളക് പൊടി അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടലമാവും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കടലമാവ് കൂടാൻ പാടില്ല. കൂടിയാൽ ഉള്ളിവടയുടെ ടേസ്റ്റ് ആകെ മാറും. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ പോർഷൻ കയ്യിലെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. താണ്ടേ ഞാൻ എന്താ ചെയ്യണ പോലെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എണ്ണയിലിട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഷേപ്പൊന്നും ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, പക്കോട പോലെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു സൈഡ്. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റെ ഉള്ളിവട റെഡിയായി. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.